ക്യാൻസർ, മലിഗ്നൻസി, നിയോപ്ലാസം പല പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഈ പേര് കേൾക്കുന്നത് തന്നെ ആളുകൾക്ക് പേടിയാണ്. ആ പേര് പറയാൻ പോലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ക്യാൻസർ ശരീരത്തിലെ ഏത് ഭാഗത്തെ വേണേലും ബാധിക്കാം. എന്നാൽ പല ഭാഗങ്ങളിലും ഉണ്ടായി അതിൻ്റെ സെക്കൻഡറീസ് ആയിട്ട്, അതിൻ്റെ സ്പ്രെഡായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി ലീഷനായിട്ട് ഒക്കെ നെഞ്ചിനുള്ളിൽ, ശ്വാസകോശത്തിൽ, മീഡിയാസ്റ്റൈനം എന്ന് പറയുന്ന ശ്വാസകോശത്തിന് ഇടയിലുള്ള സ്പേസിൽ ഒക്കെ ഈ ക്യാൻസറുകൾ ചിലപ്പോൾ നമ്മൾ കണ്ടെത്താറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ പറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും, അതുകൂടാതെ ചെസ്റ്റ് ഫിസിഷ്യൻ എന്ന നിലയിൽ ഈ ശ്വാസകോശത്തിനിടയിൽ വരുന്ന സ്പേസ് ഉണ്ട്, മീഡിയാസ്റ്റൈനം എന്ന് നമ്മളതിനെ വിളിക്കും. അതിനെ പല തരത്തിൽ ഡിവൈഡ് ചെയ്യാറുണ്ട്. സുപ്പീരിയർ മീഡിയാസ്റ്റൈനം, ഇൻഫീരിയർ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ എന്നിങ്ങനെ പല സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ശ്വാസകോശത്തിനിടയിലുള്ള സ്പേസിലാണ് ഹൃദയം വരുന്നത്. ഇതിനിടയിൽ കുറേ ലിംഫ് നോഡുകളുണ്ട്. അപ്പോൾ ഈ ലിംഫ് നോഡിനെ ബാധിക്കുന്ന പല ക്യാൻസറുകളുണ്ട്. ലിംഫോമ എന്ന് പറയും. അത് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഹോഷ്കിൻസ് ലിംഫോമയുണ്ട്, നോൺ ഹോഷ്കിൻസ് ലിംഫോമയുണ്ട്. പല ആളുകൾക്കും, ഇങ്ങനെ ചെറുപ്പക്കാർക്ക് പോലും, എൻ്റെ സ്വന്തം കസിൻ ബ്രദറിന് പോലും ഈ ക്യാൻസർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് വരികയും ഇവിടെ ഫ്ലവേഴ്സിൻ്റെ 1 കോടി ഷോയിൽ വരെ പങ്കെടുക്കുകയും ചെയ്തു. ഡോക്ടർ മനു മെൽവിൻ ജോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ ലിംഫോമ എന്നുള്ള ക്യാൻസറായിരുന്നു അദ്ദേഹത്തെ ബാധിച്ചിരുന്നത്. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് 2ാം വർഷമാണ്. അത് കഴുത്തിലൊരു ചെറിയ മുഴയായിട്ട് അത് നോട്ടീസ് ചെയ്യപ്പെടുകയും പിന്നീട് അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻസറുകളെ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തെന്നാൽ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. വളരെ എക്സംപ്ലറി ആയിട്ടുള്ള, നമുക്കൊക്കെ ഉദാഹരണമാക്കാവുന്ന രീതിയിൽ എൻ്റെ സഹോദരൻ തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് എനിക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ക്യാൻസറുകളെ നമുക്ക് എങ്ങനെ ആദ്യമേ തിരിച്ചറിയാം? പലപ്പോഴും ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് പേടിച്ചരണ്ട് നമ്മുടെ ഒ പികളിൽ വരുന്ന ഒത്തിരി അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകാൻ ഉള്ള സാധ്യത പോലും ഇവരുടെ ഈ പുകവലി ശീലവും അവരിൽ, അല്ലെങ്കിൽ പൊടിയടിച്ചിട്ടുള്ള ഒരുപാട് പുക അടിച്ചിട്ടുള്ള ജോലികളും അങ്ങനെ കെമിക്കൽസുമായിട്ടുള്ള ഇടപഴകലും ഒക്കെ കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ചെറിയ പേടിയും കൂടെ കയറിക്കൊടുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യമേ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസാധാരണമായ മുഴകൾ, അത് മുഴ വലിപ്പം, ഇപ്പം എന്തെങ്കിലും ചെറിയ കുനിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പേടിക്കേണ്ട. പലപ്പോഴും പല ലൈപ്പോമുകൾ, ഈ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് അടിഞ്ഞു കൂടിയതിനാൽ പോലും ഇതുപോലെ മുഴകളുണ്ടാകാം. ഇതൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് വഴി തന്നെ നമുക്കത് നിർണ്ണയിക്കാവുന്നതാണ്. അത് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ടുള്ള ഒരു FNAC എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. FNAC എന്ന് പറഞ്ഞാൽ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയും. നമ്മളതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന, മൈക്രോസ്കോപ്പിനിടയിൽ ആ സൂചിക്ക് ഇടയിൽ കഴിയുന്ന സെൽസിനെ പരിശോധിക്കുന്ന ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷനാണ്. അതിൽ നിന്ന് ക്യാൻസർ അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് റൂൾ ഔട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ മുഴകൾ മാത്രമല്ല, ശ്വാസകോശത്തിലോ നെഞ്ചിലോ എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ പലപ്പോഴും ഇത് അസാധാരണമായിട്ടുള്ള കിതപ്പ്, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, നാളുകളായി നീണ്ടു നിൽക്കുന്ന ചുമ. 2 മാസം മുമ്പ് എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് ഈ നാളുകളായിട്ട് നീണ്ടു നിന്ന ചുമയായിട്ടാണ് വന്നത്. അത് 2-3 ആഴ്ച ചുമ ആയിട്ട് ഇങ്ങനെ നിന്നു. ചുമച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് രക്തം വരാനും തുടങ്ങി, അതായത് കഫത്തിൽ ചെറിയ രക്തത്തിൻ്റെ അംശം. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും ഈ എപ്പിക്സാസിസ് അല്ലെന്നുണ്ടെങ്കിൽ ഹീമോപ്ടൈസിസ് എന്ന് പറയുന്ന സിംറ്റം നമ്മളങ്ങനെ വെറുതെ തള്ളിക്കളയാൻ പാടില്ല. അതായത് ചുമച്ച് തുപ്പുമ്പോഴത്തേക്കും രക്തം വരിക. ഇപ്പോൾ ഛർദ്ദിക്കുമ്പോൾ ചുമച്ച് തുപ്പണമെന്ന് തന്നെയില്ല, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് ഹിസ്റ്ററിയിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ചിലപ്പോൾ വയറ്റിൽ നിന്നായിരിക്കാം, ശ്വാസകോശത്തിൽ നിന്നായിരിക്കാം. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ട്യൂബ് ഒരുമിച്ച് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് ഒന്നായിട്ടാണ് പുറമേക്കുള്ള മൗത്തിൻ്റെ ഓപ്പണിങ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സിംറ്റം കാണുവാണെങ്കിൽ നമ്മൾ ഉടനടി എൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. പലപ്പോഴും നമുക്ക് എക്സ്റേയിലോ ഒക്കെ എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഫർദറായിട്ടുള്ള CT സ്കാൻ പറയാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രൊസീജിയർ എന്നുള്ള നിലയിൽ ബ്രോങ്കോസ്കോപ്പിയെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ശ്വാസകോശത്തിൻ്റെ ഉള്ളറകളിൽ നമ്മൾ ക്യാമറ ഘടിപ്പിച്ച് ഒരു ചെറിയ ട്യൂബ് കടത്തി അതിൻ്റെ ഉള്ളറകളെല്ലാം പരിശോധിച്ച് അവിടെ എന്തെങ്കിലും ചെറിയ കുനുപ്പോ മുഴയോ നിറവ്യത്യാസമോ പോലും ഉണ്ടെങ്കിൽ അവിടുന്ന് ബയോപ്സിക്ക് ആവശ്യമായിട്ടുള്ള സെൽസ് നമ്മൾ ചുരണ്ടിയെടുത്ത്
നമ്മൾ ബ്രോങ്കോസ്കോപ്പ് കൊണ്ട് തിരിച്ചു വരുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് രാവിലെ വന്ന് അഡ്മിറ്റ് ആയെന്ന വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ആയി പോകാവുന്ന സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിന് ബോധം കെടുത്തുക തന്നെ വേണ്ട. കോൺഷ്യസ് സെഡേഷൻ എന്നാണ് പറയുക. ചിലപ്പോൾ ഈ ഉത്കണ്ഠ കുറയ്ക്കാനായിട്ട് ചില മരുന്നുകൾ ചിലർക്ക് കൊടുക്കാറുണ്ട് എന്നല്ലാണ്ട്, ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ഞാൻ ഓരോ ഘട്ടത്തിലും പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ലാതെ 95 വയസ്സുള്ള ഒരു അപ്പച്ചന് പോലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുള്ളത് 10 വയസ്സുകാരനാണ്. അവനും ഒരു കുഴപ്പമില്ലാതെ അവൻ കിടന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യും. ഈ ബ്രോങ്കോസ്കോപ്പി വഴി നമുക്ക് ഉള്ളിലെ കഫം എല്ലാം കഴുകിയെടുക്കാനും അത് വലിച്ചെടുത്ത് അത് ടെസ്റ്റിന് അയക്കാനായിട്ടും കഴിയും. അപ്പോൾ സ്പ്യൂട്ടം AFB എന്ന് പറയുന്ന TBയുടെ ഒരു ടെസ്റ്റുണ്ട്. അതുപോലെ ഗ്രാം സ്റ്റെയിൻ, കൾച്ചർ സെൻസിറ്റിവിറ്റി. നമ്മൾ മനസ്സിലാക്കണം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ, ശ്വാസകോശത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ കഫം കഴുകിയെടുത്ത് കൾച്ചർ ചെയ്ത് അതിനനുയോജ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനോ തന്നെയോ നമുക്ക് സ്യൂ ചെയ്യാൻ പോലും പറ്റും. കാരണം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളില്ലാതെ നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക് നോൺ ജുഡീഷ്യസ് ആയിട്ട് പ്രയോഗിക്കാൻ പോലും അവിടെ അനുമതിയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ അത് കാടടച്ച് വെടിവെക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ബേസിക് ആയ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരു തകരാറുമില്ല. നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആ മരുന്നുകൾ കഴിക്കുക തന്നെ വേണം. എന്നിട്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഈ ചുമ മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസം മുട്ടലും കിതപ്പും മാറിയില്ല എന്നുണ്ടെങ്കിൽ, മറ്റ് എന്തെങ്കിലും അസാധാരണമായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ഇതിൽ അസാധാരണമായിട്ട് വരുന്നത് വെയിറ്റ് ലോസ് ആണ്. പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു പോവുക. നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കാതെ അല്ലാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ 4-5 കിലോ വെയിറ്റ് അങ്ങ് കുറയുക. ഭക്ഷണത്തിൽ കഴിക്കുന്നില്ല, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ വയറ്റിൽ നിന്ന് പോകുന്ന ബവൽ ഹാബിറ്റ്സിലുള്ള എന്തെങ്കിലും ഡീവിയേഷൻസ്, ഒന്നെങ്കിൽ ഒത്തിരി ലൂസ് മോഷനായിട്ട് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ വയറുവേദനയായിട്ടോ ഛർദിയായിട്ടോ ഒക്കെ കാണുക. ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് 1-2 ദിവസത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് കാരണഭൂതരായിട്ടുള്ള ബാഡ് ഹാബിറ്റ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും അങ്ങ് ഒഴിവാക്കി നിർത്തുക. പ്രത്യേകിച്ചും സ്മോക്കിങ്ങും ആൽക്കഹോളും. ഇത് രണ്ടും ഒഴിവാക്കിയെന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 70-80% ക്യാൻസറുകൾ മാറ്റി നിർത്താൻ കഴിയും. പിന്നെ നമുക്ക് അമിതമായിട്ടുള്ള ഈ ഷുഗറിൻ്റെ ഉപയോഗം, ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പോയിസണാണ്. പലപ്പോഴും ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള, ഇപ്പം പൊറോട്ട മാത്രമല്ല മൈദ, ബിസ്ക്കറ്റ്, ബണ്ണ്, ബ്രെഡ്, ബേക്കറി സാധനങ്ങൾ ഒട്ടും മിക്കതുമൊക്കെ ഈ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒത്തിരി ഫുഡ് കഴിക്കാതെ, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡ് ഒത്തിരി കഴിക്കാതെ, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് മാറാതെ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലോട്ട് പോകാതെ, ഇപ്പോൾ പലപ്പോഴും ഈ നിയോപ്ലാസം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ചില കോശങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണ്. അത് അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് നമ്മളുടെ ചെയ്തികൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്യാൻസറിനെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് സമയത്ത് നിർണ്ണയിച്ചെന്നാൽ നമുക്കത് പൂർണ്ണമായിട്ടും അത് നീക്കിയെടുക്കാൻ പറ്റും. പലപ്പോഴും പ്രായമാകുമ്പോഴത്തേക്കുമാണ് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റിസ്ക് ഉണ്ടാവുക. അതുപോലെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ സെൽസിന് ഭ്രാന്ത് പിടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും ഡയബറ്റിസ് പോലുള്ള വില്ലന്മാരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ജീവിതചര്യ ക്രമീകരണങ്ങളിലൂടെ നമുക്ക് ക്യാൻസറിനെ പടിക്ക് പുറത്ത് നിർത്താം. ഇനി എങ്ങാനും അവൻ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അവനെ എത്രയും വേഗം ഒരു ഡോക്ടറുടെ സഹായത്തോടെ തിരിച്ചറിയാം, അവനെ തുരത്താം. ഏവർക്കും നല്ല നന്മ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.